മർഹബ ഗായ്സ്. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അത്ര അടിപൊളിയാണ്. എന്തൊരു അടിപൊളിയായിട്ടാണ് നോക്കിയത്. ഈ മോഡലൊക്കെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് സൂപ്പർ അല്ലേ. ഈ ഒരു സെക്ഷൻ മൊത്തം ആമകളാണ് കേട്ടോ. ആമകളുടെ മോഡലുണ്ട്, ആമകളുടെ അനാട്ടമി മോർഫോളജി ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഗെയിംസ് ഉണ്ട്. വളരെ അടിപൊളിയാണ്. നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്തായാലും. ഇതിൽ മിക്ക ഗെയിമും ഞാനും ട്രൈ ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ ഖത്തർ നാഷണൽ മ്യൂസിയത്തിൻ്റെ അകത്താണ് വരുന്നത്. ദ എൻഡ് അവസാനമാകുമ്പോഴാണ് ഈ ഒരു സെക്ഷനും വരിക. കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ട് ഞാനും കുറച്ച് നേരം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടോ. അടിപൊളിയാണ്. പിന്നെ ആമകളുടെ തന്നെ എന്തൊക്കെയോ വീഡിയോസൊക്കെ അവിടെ സ്ക്രീനിൽ പ്ലേ ചെയ്യാം. അത് നമുക്ക് ഇരുന്ന് കാണുകയും ചെയ്യാം കേട്ടോ. വലിയ ആൾക്കാർക്കാണെങ്കിൽ പോലും ഇതൊക്കെ കണ്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ തോന്നും. അതിൽ നമുക്ക് പ്രത്യേകിച്ച് അവരെ കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് അത്ര അടിപൊളിയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി പഠിക്കാനൊക്കെ പറ്റും. ഈ അണ്ടർ വാട്ടർ സീലുള്ള ടോട്ടോയ്സിനെ കുറിച്ച്, അവരുടെ ഹിസ്റ്ററി, അതിനെക്കുറിച്ച് മൊത്തം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് വിഷ്വലായിട്ട് കാണുന്ന കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഇത് കണ്ടോ, ശരിക്കും ഒരു അക്വേറിയത്തിൻ്റെ എഫക്റ്റാണ് അവിടെ കുറച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അടിപൊളിയാണ്. ഇത് മൊത്തം പ്ലാസ്റ്റിക്കാണ്, റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കിയൊക്കെയാണ് ആ ഒരു ട്രീ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു പ്ലഡ്ജൊക്കെ ചെയ്തിട്ടാണ് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾക്കും പ്ലഡ്ജ് ചെയ്യാം, പക്ഷെ അത് ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഖത്തർ നാഷണൽ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ചെന്തായാലും വീട്ടിൽ പോവാം. പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഫ്രീ സർവീസ് എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണ് പോകേണ്ടത്, മെട്രോ സ്റ്റേഷൻ വേണമെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ പോവാം. ഇനി എവിടെ പോകണമെന്ന് ഇവരോട് പറഞ്ഞാൽ അവർ നമ്മളവിടെ ഇറക്കി തരും. അടിപൊളിയല്ലേ. അപ്പോൾ ശരി, എന്നാൽ ടാറ്റാ ബൈ.